പുലിയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് പരിക്ക്. അമരമ്പലം പഞ്ചായത്തിലെ ഉപ്പുവള്ളി വഴി മൂച്ചിക്കൽ നഗറിലെ ജാനകി എന്ന 48-കാരിക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് 2 മണിയോടെ നഗറിനടുത്തുള്ള കുളത്തിന്റെ കരയിലിരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭിഷ്ണയും. പെട്ടെന്നാണ് പുലിയുടെ ആക്രമണമുണ്ടായത്. ജാനകി കയ്യിലിരുന്ന ഓലയുടെ മടൽ കൊണ്ട് അടിക്കുകയും ഒച്ചവെക്കുകയും ചെയ്തതോടെയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പട്ടാപ്പകലാണ് ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണമുണ്ടായത്. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫയുടെയും പൂക്കോട്ടുംപാടം CI രാജേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചത്. മുഖത്തും തലയുടെ പിൻഭാഗത്തുമാണ് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. ഞങ്ങളവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ ഉള്ളിൽ നിന്നാണ് ചാടിയതാണ്. അപ്പൊ അമ്മേന്റെ കയ്യിൽ മട്ടിലുള്ളതുകൊണ്ട് അടിച്ചതാക്കി. വീടിന്റെ അടുത്താണോ ഈ സ്ഥലം? വീടിന്റെ കുറച്ച് അങ്ങോട്ട് പോവാള്ളൂ, കുറച്ച് പോവാള്ളൂ. കുളത്തിന്റെ ഇപ്പുറത്തൊരു റബ്ബർ തോട്ടുണ്ട്, അവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് ചാടിയത്. അതെ അതെ, ഞാൻ കുറച്ച് അപ്പുറത്ത് മാറിക്കുന്നു. പിന്നെ അവിടുന്ന് ഓടിപ്പോയി. നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ നിലമ്പൂർ ജില്ലാശുപത്രിയിലെത്തി ജാനകിയെ സന്ദർശിച്ചു. പുലി തന്നെയാവും ആക്രമിച്ചതെന്ന് DFO ധനിക്ലാൽ പറഞ്ഞു. പൂക്കോട്ടുംപാടം ഭാഗത്ത് കർലായിലേക്ക് വരുന്ന റൂട്ടിൽ ഒരു സ്ഥലത്തേക്ക് പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററുള്ള സ്ഥലത്ത് വെച്ച് ജാനകി എന്നൊരു സ്ത്രീ, ഏകദേശം 50 വയസ്സോളം വരുന്ന ജാനകി എന്ന സ്ത്രീയെ പുലി ആക്രമിച്ചതായതാണ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അത് കാരണം തന്നെ ഉടനെ തന്നെ അവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നാണ്. അവർ തലയിലൊരു മുറിവുണ്ട്, നെറ്റിയിൽ മുറിവുണ്ട്, കൈകളിൽ 2 മുറിവുണ്ട്, പുറത്തൊരു ചെറിയ മാന്ത് പോലത്തെ പാടുണ്ട്. എന്തായാലും ഞങ്ങൾ നേരിട്ട് നിന്ന് ആ സ്ഥലം ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. കരടിക്ക് പുറമെ പുലി കൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പറഞ്ഞു. ഇന്ന് ഏകദേശം 2 മണിയായപ്പോഴാണ് നിഷാദ്, ആ വാർഡിന്റെ മുൻ മെമ്പറാണ്, എന്നെ വിളിച്ചു. ഇങ്ങനെ വഴിമൂച്ചിക്കൽ കോളനി എന്ന് പറഞ്ഞാൽ നമ്മളെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ST ഉന്നതിയാണ്. അതെന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല, ജനവാസ മേഖല. ടൗണിൽ 1 കിലോമീറ്റർ ഉള്ളു നമ്മൾ പൂക്കോമാൻ ടൗണിൽ നിന്ന്. ഇതിന് മുന്നേ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു. ഞാൻ പഞ്ചായത്തിൽ നിന്ന് 2-3 മെമ്പർമാരായിട്ട് അവിടേക്ക് പോയിരുന്നു. പോണ വഴിയിലാണ് ഇവര് വിഷ്ണുവും പിന്നെ നമ്മളെ ജാനകി ചേച്ചിയും മുൻ മെമ്പറും കൂടി ഓട്ടോയിൽ വന്നപ്പം നമ്മൾ പഞ്ചായത്തിന്റെ വണ്ടിയിൽ തന്നെ ആ വഴിയിൽ നിന്ന് കയറ്റിയിട്ട് നമ്മൾ നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഡോക്ടർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശമാണ് അമരമ്പലം ഗ്രാമം എന്ന് പറഞ്ഞാല്. അവിടെ കരടിന്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. TK കോളനി, തേൽപ്പാറ, പാട്ടുകാരും ഭാഗത്താണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങാട്ട് ടൗണിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായത് വളരെ ഒരു ഷോക്കാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല്. ആളുകൾ തിങ്ങി പറക്കുന്നിട്ട് ഇവർ ഈ പറഞ്ഞ ആ തോട്, കുളം എന്നൊക്കെ പറഞ്ഞാല് വൈകുന്നേരം ആയാലും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്, സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കാണ് ഞങ്ങൾക്ക്. ഞാൻ DFO ആയിട്ട് സംസാരിച്ചു. DFO വന്നിരുന്നു. വന്നിപ്പോ ആ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. റേഞ്ച് ഓഫീസറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ് നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.